കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ എൻ്റെ ക്യാമറയിൽ പകർത്തിയിട്ടുള്ള ആകാശത്തിന്റെ കാഴ്ചകളാണ് കേട്ടോ ഇതെല്ലാം. പൊതുവെ നാട്ടിലാണെങ്കിൽ എന്തെങ്കിലും ഒരു ടെൻഷൻ വരുന്ന സമയത്ത് എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനോ ഒറ്റയ്ക്ക് യാത്ര പോകാനോ ഒക്കെ തോന്നാറുണ്ട്. ഇവിടെ വന്നതിൽ പിന്നെ എന്തെങ്കിലും ഒരു സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ നേരെ പോയിട്ട് ബീച്ചിൽ പോയിട്ടിരിക്കും കേട്ടോ. ഇവിടുത്തെ സ്കൈ നോക്കിയാൽ തന്നെ നമുക്ക് പകുതി ആശ്വാസം വരും കേട്ടോ മനസ്സിന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ആളും ബഹളം ഉള്ളിടത്ത് ജീവിക്കാനല്ല ഞാൻ ആഗ്രഹിച്ചിരുന്നത്. ഞാൻ ആഗ്രഹിച്ച പോലത്തെ ഒരു സ്ഥലത്താണ് ഇപ്പൊ ഞാൻ എത്തിപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ആകാശം അങ്ങനെ നോക്കി മേഘങ്ങൾ പോകുന്നതും കടലും കണ്ട് ആ ഇരിക്കുന്നതിന്റെ സുഖമുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമാണ് കേട്ടോ എനിക്ക്. ഒത്തിരി വിഷമവും സ്ട്രെസ്സും ഒക്കെയുള്ള സമയത്ത് ഒരു മഴവില്ല് കണ്ടാലോ അല്ലെങ്കിൽ ആകാശത്ത് കൂടെ ഒരു സൂപ്പർനോവ പാസ് ചെയ്തു പോയാലോ എന്റെ മനസ്സ് ശാന്താവാറുണ്ടേ. പണ്ടൊന്നും ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല. കുറേ സംസാരിച്ച് കുറേ ആളുകളോടൊക്കെ കൂട്ടുകൂടി ഒരു കൂട്ടത്തിൽ നിൽക്കാൻ ആഗ്രഹിച്ച ആളായിരുന്നു ഞാൻ. ഇപ്പം എന്തേലും സ്ട്രെസ്സോ വിഷമോ ഒക്കെ വരുമ്പോൾ നാലാളെ കാണുന്നത് തന്നെ എനിക്കിഷ്ടമില്ല. ആരോടും ഒന്നും പറയും വേണ്ട, ആരെയും ഒന്നും ബോധ്യപ്പെടുത്തും വേണ്ട, അങ്ങനെ എവിടെയെങ്കിലും സമാധാനമായിട്ട് പോയിരുന്നാ മതി. ഇതിനെയാണോ മെച്യൂരിറ്റി എന്ന് പറയണത്? എന്തായാലും 20കളിലെ ട്രാക്ക് മാറ്റിപ്പിടിച്ച് 30 വളരെ ഭംഗിയായിട്ട് തന്നെ പോണുണ്ട്. അതായത് എനിക്ക് 30 വയസ്സായി. എന്റെ കൂടെ പഠിച്ച കുറെ പേര് എങ്ങും എത്താതെ ആർക്കോ വേണ്ടി എവിടെയൊക്കെയോ ജീവിച്ചിരിപ്പുണ്ട്. സ്വയം സന്തോഷിക്കാനും ആസ്വദിക്കാനും യാത്രകൾ പോവാനും ഒന്നും കഴിയാത്തവര്. ചില വിക്ടറികള് എല്ലാവർക്കും നേടിക്കൊടുക്കുന്നതായിരിക്കില്ല. നമ്മൾ സ്വയം നേടേണ്ടതായിട്ടുള്ള വിക്ടറീസും നമ്മുടെ ജീവിതത്തിലുണ്ട്. സോ ഞാൻ പറഞ്ഞു വന്നത്, അല്ലെങ്കിൽ ജീവിതകാലം മൊത്തം ഇരുട്ടിലാവുന്നാണേ. എന്റെ ഗൈസിന് കാര്യങ്ങളൊക്കെ മനസ്സിലായോ? എൻഡ് ഓഫ് ദ ഡേ സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് ചിന്തിച്ച് ആ ഇരുട്ടിൽ നിന്നും നിങ്ങൾ തന്നെ പുറത്തു വരണം. ചില ലൂപ്പൊക്കെ നമ്മൾ തന്നെ ബ്രേക്ക് ചെയ്യണമെന്നേ. യു സെഡ് ദാറ്റ് ഐ മേഡ് ലവിങ് ലുക്ക് ഈസി ടിൽ ഐ മേഡ് ഇറ്റ് ഹാർഡ്. അല്ലെങ്കിലും ചില കാര്യങ്ങൾ നേടാൻ കുറച്ചധികം കഷ്ടപ്പാടുണ്ട്. ഞാനും കുറച്ചേറെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് കേട്ടോ ഒത്തിരി സന്തോഷത്തോടു കൂടി ഇരിക്കുന്നത്. കാണുന്ന പോലെയല്ല, എല്ലാവർക്കും സ്ട്രഗിൾസ് ഉണ്ട്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.